ഹലോ ഗൈസ്, ഓം നമ ശിവായ. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നു നമ്മളൊരു ശിവരാത്രി വ്ളോഗാണെന്ന്. അപ്പോൾ അതേ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു. ബലിയിടാൻ പോകാൻ വേണ്ടി പുലർച്ച. അപ്പോൾ ഉണ്ണിയുള്ള കാരണം നമുക്ക് ആദ്യമേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ അടുത്ത് പോയിടാന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ അവിടെ എല്ലാ കൊല്ലം നമ്മൾ വടക്കുന്നാളിലേക്ക് വൈകിട്ട് പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കൊല്ലം പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ വീട്ടിൽ വന്ന് വെച്ചാൽ അമ്മേനൊക്കെ കൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വടക്കുന്നാഥിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മളവിടെ ഒരു പാലുണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഇടയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയെ വിളിച്ചപ്പോൾ അവർ ഉള്ളിലാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. തൊഴണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതേപോലെ കൊല്ലം വടക്കുന്നാഥിലേക്ക് ശിവരാത്രിക്ക് വന്ന് രാത്രിയൊക്കെ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഇപ്പോൾ അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ തൊഴാൻ വേണ്ടി വരിയിൽ നിൽക്കണമെന്ന്. നമ്മൾ വിചാരിച്ചു എന്തായാലും ആദ്യമായിട്ട് ഉണ്ണി ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ വടക്കുന്നാഥിൽ വരുന്നത്. തൃശ്ശൂരിൻ്റെ അടുത്താണെങ്കിൽ കൂടി നമ്മൾ വടക്കുന്നാഥിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ണീനും കൂടി ആദ്യമേ വന്നല്ലേ, ഒന്ന് തൊഴണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരി നോക്കട്ടെ, അമ്മ എവിടെയാണ് നിൽക്കുന്നത് നോക്കട്ടെ, എങ്കിൽ പോയി തൊഴാം എന്ന് വെച്ചിട്ട് നമ്മൾ നടക്കുകയാണ്. ഒന്ന് ചുറ്റിടുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടടാ അമ്മ അവിടെ ഈ വരിയിൽ നിൽക്കണ്ടായിരുന്നു. അപ്പം അമ്മേനെ അടുത്ത് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴേ 4 വരിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പം നല്ല തിക്ക് കൂട്ടാവും കയറുമ്പോൾ എന്ന് വെച്ചിട്ട് ഉണ്ണിയുള്ളതല്ലേ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു. നമ്മൾ ഈ പ്രാവശ്യം ഇത്തിരി ലേറ്റ് ആയത് കാരണം ലക്ഷദ്വീപൊക്കെ കത്തി കുറച്ചൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വരികയെന്ന് വെച്ചാൽ നന്നായി കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കുറച്ചൊക്കെ കെട്ടുടങ്ങി. ഈ പ്രാവശ്യം നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നേരെ നടന്നു. അങ്ങനെ മുന്നിലെത്തിയിട്ടുണ്ട്, നടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടയിലാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിരത്തി പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു, ഉണ്ണിയുടെ ഫോട്ടോസ് എടുത്തു. ഇവിടെ വെച്ച് പോകുമ്പോഴേക്ക് കാണുന്നവരൊക്കെ തോണ്ടലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അച്ഛനെയും കണ്ടുപിടിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നമ്മളവിടെ നിന്നു കേട്ടോ. ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തിറങ്ങി ഓടാൻ വേണ്ടിയാണ് ഉണ്ണി നിന്നിരുന്നത്. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിചയമുള്ളൊരു ചേട്ടനെ കണ്ടത്. ആൾ ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു നിങ്ങൾ തൊഴുതോ ചോദിച്ചപ്പോൾ ഇല്ല പറയാം, വേഗം നമ്മളെ കൊണ്ട് ആൾ തൊഴിക്കാൻ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ എൻ്റെ അങ്ങനെ ഉണ്ണീനെ മടക്കുന്നതിനെ കാണിക്കണം എന്നുള്ള ആഗ്രഹം അതേപോലെ സഫലമായി. അങ്ങനെ എന്തെങ്കിലും നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നെക്സ്റ്റ് പരിപാടി നമുക്ക് അവിടെ നിന്ന് ഉപ്പുമാവ് കഴിക്കലായി. ഞാനും അമ്മയൊക്കെ ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് കഴിക്കാമെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടടാ ഈ പ്രാവശ്യം നല്ല തിരക്കാണ് വരിക്ക്, അല്ലെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോഴാണ് അമ്മയും അച്ഛനും അവർ ഇവിടേക്ക് തൃശ്ശൂർ ചേട്ടൻ്റെ വീട്ടിലേക്ക്, ഞങ്ങൾ ഇവിടേക്ക് മുളയത്തേക്കും പോരുകയാണ്. ഞാൻ അവിടെ മുളയത്ത് അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിലാണ് ബലിയുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോരാന്ന് വെച്ചപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ മാമന്മാരുടെ ഐസ്ക്രീം വണ്ടി കണ്ടു. അപ്പോൾ അമ്മാമ്മയും മോൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ഒരിക്കലേ കാരണം കഴിക്കണമെന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ശിവരാത്രി വിശേഷം. ബൈ.